ഏറ്റവും പുതിയ ഡിസൈനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ, ഏറ്റവും മികച്ച ഓഫറുകൾ. ഓൺലി അറ്റ് റിഗാലിയ ഗോൾഡൻ ഡയമണ്ട്, ചാവക്കാട്. പ്ലാറ്റിനം പോലെ സിൽവർ, ആളൂക്കാരൻ സിൽവർ ജ്വല്ലറി, ചേറ്റുവ റോഡ്, ചാവക്കാട്. ചേറ്റുവ റോഡ്, വാടാനപ്പള്ളി. മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CITU സംസ്ഥാന സമ്മേളനത്തിന് ചാവക്കാട് കൊടിയുയർന്നു. നാളെ സമ്മേളനത്തിന് തുടക്കമാകും. ഫെഡറേഷൻ സ്ഥാപക നേതാക്കളിൽ പ്രധാനിയായിരുന്ന VK ഗോപാലന്റെ പെരിഞ്ഞനത്തെ ബലികുടീരത്തിൽ നിന്ന് പതാക ജാഥയും, യൂണിയൻ ജില്ലാ ട്രഷററും ചാവക്കാട് നഗരസഭാ ചെയർമാനുമായിരുന്ന KP വത്സലന്റെ അകലാട് ഒറ്റയിനിയിലെ ബലികുടീരത്തിൽ നിന്നും കൊടിമര ജാഥയും ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയിൽ ചാവക്കാട് മുല്ലത്തറയിൽ സംഗമിച്ചു. തുടർന്ന് റാലിയായി പൊതുസമ്മേളനം നടക്കുന്ന MM ലോറൻസ് നഗറായ ചാവക്കാട് കൂട്ടുങ്ങൽ ചത്തുരത്തിൽ എത്തിച്ചേർന്നു. തുടർന്ന് കൊടിമരം CITU ജില്ലാ വൈസ് പ്രസിഡന്റ് C സുമേഷും പതാക ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്തും ഏറ്റുവാങ്ങി. സ്വാഗത സംഘം ചെയർമാൻ TT ശിവദാസൻ പതാക ഉയർത്തി. തുടർന്ന് നടന്ന പൊതുയോഗം ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി PP ചിത്തരഞ്ജൻ MLA ഉദ്ഘാടനം ചെയ്തു. NK അക്ബർ MLA അധ്യക്ഷത വഹിച്ചു. CITU ചാവക്കാട് ഏരിയ സെക്രട്ടറി AS മനോജ് സംസാരിച്ചു. ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി T മനോഹരൻ ക്യാപ്റ്റനും PA രാമദാസ് വൈസ് ക്യാപ്റ്റനും KM അലി മാനേജറുമായിട്ടുള്ള പതാക ജാഥ CITU ജില്ലാ പ്രസിഡന്റ് KK രാമചന്ദ്രനും, ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി U സൈനുദ്ദീൻ ക്യാപ്റ്റനും IK വിഷ്ണുദാസ് വൈസ് ക്യാപ്റ്റനും ഷീല രാജ്കമൽ മാനേജറുമായുള്ള കൊടിമര ജാഥ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഷാജനും ഉദ്ഘാടനം ചെയ്തു. പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TB സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കൊടിമര ജാഥയ്ക്കും പതാക ജാഥയ്ക്കും വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. കൊടിമര ജാഥയ്ക്ക് പുത്തൻ കടപ്പുറത്ത് നൽകിയ സ്വീകരണത്തിൽ CPM തിരുവത്ര ലോക്കൽ സെക്രട്ടറി KH സലാം, ഏരിയ കമ്മിറ്റി അംഗം MR രാധാകൃഷ്ണൻ, ഫെഡറേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് TM ഹനീഫ എന്നിവർ സംസാരിച്ചു. ഒരുമനയൂർ മൂന്നാം കല്ലിൽ ചാവക്കാട് ഡിവിഷൻ കമ്മിറ്റി പതാക ജാഥയ്ക്ക് സ്വീകരണം നൽകി. ഡിവിഷൻ സെക്രട്ടറി KS അനിൽകുമാർ, പ്രസിഡന്റ് ഉമ്മർ മനാഫ് എന്നിവർ സംസാരിച്ചു. നാളെ രാവിലെ 9:30 മമ്മിയൂർ GK ഇവന്റ് സെന്ററിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം ഉദ്ഘാടനം ചെയ്യും. ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്.